ഈ ശബ്ദം പുറകിൽ നിന്ന് കേട്ടപ്പോ ആകെ ഒരു വെപ്രാളം. മുൻപിലേക്ക് ഓടണോ അത് തിരിഞ്ഞു നോക്കണോ ഒന്നും അറിയാതെ മരവിച്ച് നിൽക്കുന്നു. അവന് മനസ്സിലാവുന്നുണ്ട് ഏതോ ഒരാൾ പുറകിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് വരുന്നു. കാരണം കാൽപാദങ്ങൾ അനങ്ങുന്നതും അവൻ്റെ അടുത്തേക്ക് വരുന്നതായി അവൻ അനുഭവപ്പെടുന്നുണ്ട്. തിരിഞ്ഞു നോക്കണോ എന്ന് പോലും അറിയാതെ വിറച്ചു നിൽക്കുന്നു. എന്നാലും പൂർണ്ണ ധൈര്യം ആർജിച്ചെടുത്ത് അവൻ തിരിഞ്ഞു നോക്കി. പക്ഷെ പുറകിൽ ആരെയും കാണുന്നില്ല. വെപ്രാളം കൊണ്ട് അവൻ ഞെട്ടാൻ തുടങ്ങി. കാറിക്കൊണ്ട് മുൻപോട്ട് ഓടി. മുൻപിലേക്ക് ഓടുന്ന വഴി എന്തിലോ അവൻ്റെ കാല് തട്ടി അവൻ വീഴാൻ പോകുന്നു. പക്ഷെ അവൻ വീണില്ല. അവൻ്റെ കൈ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കൈ വായുവിൽ ഉയർന്നു നിൽക്കുന്നു. വെപ്രാളവും പേടിയും ഭയവും ഒക്കെ കൊണ്ട് അലറാൻ തുടങ്ങി. എന്നെ ഒന്നും ചെയ്യില്ലേ, എനിക്കാകെ ഒരു അനിയൻ മാത്രമേ ഉള്ളൂ, അവനാകെ ഒറ്റയ്ക്കാണ്, എന്നെ വെറുതെ വിടണം, എന്നെ കൊല്ലല്ലേ. രൂപമൊന്നുമില്ല. ഒരു ശബ്ദം പറയുന്നു, നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ വന്നതല്ല, നിന്നെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം, പകരം എന്നെ നീ ഒന്ന് സഹായിക്കാമോ, എനിക്ക് വേണ്ടി നീ തിരികെ വരാമോ. ചേട്ടൻ മറുപടി പറയുന്നു, എനിക്കറിയില്ല, നീ എന്തെന്നാ, നീ ഏതാ, നിനക്ക് എന്താ വേണ്ടേ, ഒന്നും എനിക്കറിയില്ല, എന്താ ഇവിടെ നടക്കുന്നത്, ഇതൊരു സ്വപ്നമാണോ എന്ന് കൂടെ എനിക്കറിയില്ല, എനിക്ക് വീട്ടിൽ പോകണം, അത് മാത്രമായിരുന്നു അവൻ്റെ മറുപടി. ഇത് കേട്ട ആ ശബ്ദം പറയും, എനിക്ക് വേണ്ടി നീ തിരികെ വരുമോ, എങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം. തിരിച്ചുള്ള മറുപടി കേൾക്കാൻ നിൽക്കാതെ ആ ശബ്ദം എങ്ങോട്ടോ മാഞ്ഞുപോയി. പകരം ശബ്ദം മാഞ്ഞുപോയ അതേ സമയം ഇവന്റെ വീട്ടിലേക്ക് ഓരോ മിന്നാമിനുങ്ങ് വെട്ടം വന്നു. അതായത് ഇവൻ നിൽക്കുന്നിടത്ത് നിന്ന് അവന്റെ വീട് വരെ മിന്നാമിനുങ്ങ് വെട്ടം. ആ വെട്ടത്തെ പിന്തുടർന്ന് ചേട്ടൻ ഓടാൻ തുടങ്ങി. വെപ്രാളപ്പെട്ട് ഓടിച്ചെന്ന് കഥക് തുറന്ന് അനിയനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ വന്നു മോനെ, നീ പേടിക്കണ്ട. അനിയൻ സങ്കടപ്പെട്ട് ചോദിച്ചു, ചേട്ടൻ ഈ നേരം വരെ എവിടെയായിരുന്നു? ഞാൻ എന്തോരം പേടിച്ചെന്നറിയാവോ, ആരെങ്കിലും ഞാൻ നോക്കുമായിരുന്നു, ചേട്ടനെ കാണുന്നില്ല, ചേട്ടനെ കാട് കയറിയെന്ന് പറയാൻ. എന്താ ഉണ്ടായത്? ചേട്ടൻ മറുപടി പറയുന്നു, മോനെ അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, മോൻ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ, വാ ഞാൻ എന്തെങ്കിലും ആഹാരം പാചകം ചെയ്തു തരാം. അനിയനെ കൊണ്ടുപോയി ഇരുത്തി ചേട്ടൻ അടുക്കളയിൽ നിന്ന് കഴിക്കാനായി ഓരോ വസ്തുക്കൾ കൊണ്ടുവന്ന് അനിയന് കൊടുത്തു. ഇരുവരും ഒരുമിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴി അനിയൻ ചോദിച്ചു, ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്തൊക്കെ വന്നാലും ആ കാട് കയറരുതെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടൻ ആ കാട് കയറിയത്? മോനെ നീയല്ലേ വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞത്, ചേട്ടൻ എനിക്ക് പേടിയാവുന്നു, എനിക്ക് ചേട്ടനെ കാണണം, എവിടെയാന്ന്? അനിയൻ പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ ചേട്ടനെ വിളിച്ചിട്ടില്ല. ചേട്ടൻ പറയും, നീ എന്താ ഈ പറയുന്നേ? നീ എന്നെ വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചതും ഞാൻ അതുവഴി വന്നതും ഒക്കെ. അനിയൻ പറയും, ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല ചേട്ടനെ. ചേട്ടൻ ആകെ അങ്കലാപ്പിലാവും. ചേട്ടൻ്റെ ഫോൺ എടുത്ത് പറയും, നീ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഫോണിൽ കോൾ ഹിസ്റ്ററി കാണിക്കില്ലല്ലോ, താ നോക്കൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ചേട്ടൻ അനിയനെ വിളിച്ചതിനുള്ള കോള് മാത്രമേ ഉള്ളൂ. പകരം അനിയൻ ചേട്ടനെ വിളിച്ചിട്ടില്ല. ആകെ ഞെട്ടിപ്പോ. പെട്ടെന്ന് അനിയന്റെ ഫോണിൽ നിന്ന് കോൾ ചേട്ടന്റെ ഫോണിലേക്ക്. അനിയൻ തൊട്ട് മുമ്പിലിരിക്കുന്നു, അനിയന്റെ ഫോണും തൊട്ട് മുമ്പിലിരിക്കുന്നു. പക്ഷെ ആ അനിയന്റെ ഫോണിൽ നിന്ന് ചേട്ടന്റെ ഫോണിലേക്ക് കോൾ വരുന്നു. തറച്ചുകൊണ്ട് അവൻ കണ്ണു തുറക്കും.